ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പുതിയ വിഭവമാണ്. നമുക്ക് കേരളത്തിൽ അധികം ഞാൻ അങ്ങനെ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഇത് കോമൺ ആയിട്ട് ചെയ്യാറുള്ളതാണ്. എൻ്റെ ഇവിടുത്തെ അമ്മ നന്നായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, പണ്ട് മുതലേ കഴിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഭവമാണ് അരി നെല്ലിക്ക കൊണ്ടിട്ടുള്ള സാദം. ഈ അരി നെല്ലിക്ക സാദം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത് കാരണം എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വ്യത്യസ്തമായ, എന്നാൽ ഇവിടെ റെഗുലർലി ഉണ്ടാക്കണത് തന്നെ, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചതാണെന്നൊന്നും പേടിക്കേണ്ട. ഇത് പരീക്ഷണമൊന്നല്ല, ഇത് എപ്പോഴും ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഈ വെറൈറ്റി റൈസ് എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത്. അതിലിത് നല്ലൊരു ടേസ്റ്റുള്ള ഒരിതാണ്. അത് കാരണം എല്ലാവരും ഇത് കാണാൻ ട്രൈ ചെയ്യുക കേട്ടോ. അതുകൊണ്ട് കാണുക എല്ലാവരും. ഞാനിത് അടുത്ത സെക്ഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ പൊന്നി അരിയാണ്, ഊണ് പൊന്നിയാണിത്. ഇങ്ങനെ വേവിച്ച് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്ത് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിനെ ക്യാരറ്റ് വരയ്ക്കുന്നതിൽ സ്ക്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കാനുണ്ട് കേട്ടോ. അതാണ് അടുത്തത് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ അത് സ്ക്രൈപ്റ്ററിലൊന്ന് വരച്ചിട്ട് വരാം. നമുക്കതിൻ്റെ ബാക്കിയും കൂടെ വരച്ചിട്ട് വന്നിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഇപ്പം ക്യാരറ്റ് വരയ്ക്കുന്നതിലിട്ട് അരിനെല്ലിക്ക ആ കുരു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണതും. പിന്നെ നമുക്ക് ചോറിനെ പോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെ കിട്ടണത്. അപ്പോൾ ചോറിൻ്റെ ഒപ്പം തന്നെ അതൊക്കെ യോജിച്ച് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിയണം. ചിലർ അരിയാറുണ്ട്, ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ഒരേപോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് കൂടെ കാണിച്ചേക്കാം. കടുക് ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ സ്പ്ലിറ്റാണ്. കടുക് വറുക്കാനായിട്ട് എപ്പോഴും നല്ലത് സ്പ്ലിറ്റാണ്. ഈ മുഴുവനായിട്ട് കടിക്കാൻ കിട്ടണം നല്ലതല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ്, നല്ല കടുക്, കരിവേപ്പില, ചുമന്ന മുളക് ഒരു 3 എണ്ണം, ഇടത്തരത്തിലുള്ള 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യം. പിന്നെ ഞാൻ ഇത് കടുക് വറുക്കുന്നത്, ഇത് ഉണ്ടാക്കുന്നതെല്ലാം നല്ലെണ്ണയിലാണ്. നല്ല എള്ളെണ്ണ ഇവിടെ കിട്ടാറുണ്ട്. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ തിരുച്ചിനാപ്പള്ളി ഡിസ്ട്രിക്റ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണത്. ഇവിടെ എന്നൊക്കെ നല്ലതായിട്ട് എള്ളെണ്ണ കിട്ടാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മണം ഒന്ന് നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഈ സാധനമൊക്കെ ഇങ്ങനെ എള്ളെണ്ണയിൽ ഉണ്ടാക്കി നമ്മൾ കുറച്ച് പൊതിഞ്ഞൊക്കെ, നമ്മളെ വാഴയിലൊക്കെ നമ്മൾ ടെക്നിക്ക് കുറച്ച് യൂസ് ചെയ്യാമല്ലോ. വാഴയില വാട്ടിയതിൽ പൊതിഞ്ഞ് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുളിയും ഈ എരിവും ഉപ്പും എല്ലാം കൂടെ ചോറിലേക്ക് പിടിക്കണം. അതിനാണ് നമ്മൾ ഇത്തിരി നേരത്തെ വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകണം, നല്ലതാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഞാൻ ഇത് ചെറിയ കടുകാണ്, അത് കാരണം ഒരുമിച്ച് തന്നെ ഉഴുന്ന് പരിപ്പും കടുകും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കേരളത്താണെങ്കിൽ നമ്മൾ ആദ്യം കടുക് പൊട്ടുന്നത് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് ഞങ്ങളെ വീടുകളിലൊക്കെ ഞങ്ങൾ അമ്മമ്മയൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട്. അപ്പോൾ ഇത് മൂക്കുന്ന സമയം കൊണ്ട് അതാവും. കൂട്ടത്തിൽ തന്നെ കരിവേപ്പിലയും ചുമന്ന മുളകും അപ്പം തന്നെ അങ്ങ് ഇടുന്നത് എല്ലാം കൂടെ അങ്ങ് ആയിക്കോളും പെട്ടെന്ന് തന്നെ. നന്നായിട്ട് തവിയുണ്ട്, എന്നാലും നമ്മളൊരു സ്റ്റൈലിൽ അങ്ങനെ ചെയ്തു പോയതാണ്. വലിയ ഷെഫുമാരൊക്കെ കാണിക്കുന്ന പോലെ അങ്ങൊന്ന് അത് ബാക്കി എടുത്തതാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു. എല്ലാം പൂത്തിട്ടുണ്ട്. ഇത് ഒന്നിട്ട് ഒന്ന് മൂപ്പിക്കുന്നു. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ അങ്ങ് ചേർത്തേക്കും. അതിലൊരു നീരുണ്ടല്ലോ, ഇത് നെല്ലിക്കയിൽ, അതിൽ തന്നെ ഇതൊന്ന് കുറുക്കട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ യോജിച്ചങ്ങ് മിക്സ് ആയിക്കോളും. ആ ഒരു ചെറിയ അതിൻ്റെ ആ നീരിൽ തന്നെ ജ്യൂസൊന്നും ഉണ്ടാവില്ല. അതിലിട്ട് നന്നായിട്ട് ഇപ്പം ഈ മഞ്ഞൾപ്പൊടിയൊക്കെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞളും ആ ചുമപ്പും ആ കരിവേപ്പിലയുടെ പച്ചയും പിന്നെ ഉഴുന്ന് പരിപ്പിൻ്റെ ഒരു ബ്രൗണിഷ് ഷെയ്ഡും എല്ലാം കൂടെ ആകുമ്പോഴാണ് ഇതിന് നല്ല ഒരു ഭംഗിയാവുന്നത് കാണാൻ. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരും. ഇത് പെട്ടെന്ന് മൂക്കുമല്ലോ, നമുക്കറിയാമല്ലോ. ഈ വെള്ളം ഒന്ന് ഇതായി കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് മൂക്കും. ഇതിനെല്ലാമാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് സാദം എന്ന് പറയുന്നത്. ഇത് കരിനെല്ലിക്ക സാദമാണ്, വെറൈറ്റി റൈസ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പം ഇവിടുത്തെ ഓരോ ഇതിലും ഈ വെറൈറ്റി റൈസ് ടിഫിൻ വെറൈറ്റിയിൽ തന്നെയാണ് വരുന്നത്. അല്ലാതെ നമ്മളെ പുട്ടും ഇടിയപ്പവും പോലത്തെ ഇതിൽ തന്നെ ഇത് വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത്ര വെറൈറ്റി ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഇടുന്നവരുമുണ്ട് ഹോട്ടലുകളിൽ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്.
ഇതിൽ നമുക്കിപ്പോൾ വേണ്ട ചോറ് ഇട്ട് കൊടുക്കാം. ഒത്തിരി നമുക്കിപ്പം ചോറ് കൂടുതലായിട്ട് തോന്നിയാലും ആ പുളിയിൽ കറക്റ്റായിരിക്കും കേട്ടോ. അതിനാണ് ഞാൻ 3 മുളക് ഇട്ടിരിക്കുന്നത്. ആ എരിവും കൂടെ ആ എണ്ണയിലോട്ട് ഇറങ്ങിയിട്ട് ഈ സാധനത്തിലേക്ക് അതൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അപ്പുറത്തേക്ക് കുറച്ച് കായ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് നമുക്ക് ഗ്രാജുവലി ആ പുളി ഉള്ളതുകൊണ്ട് ഇത്രയും ചോറ് തന്നെ അതിന് നല്ലത് തന്നെയാണ്. ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വരുമ്പോൾ കളർ കണ്ട എന്ത് ഭംഗിയായിട്ടിരിക്കണമെന്ന്. എത്ര എളുപ്പമാണ്. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഞാൻ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ കുക്കിങ് വളരെ സിമ്പിളായിരിക്കണം. നമ്മൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടണ്ട അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിന് വല്ല അച്ചാറോ അല്ലെങ്കിൽ കൊണ്ടാട്ടോ പപ്പടമോ കൂട്ടി കഴിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയായി എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ രാത്രി ഒന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വെച്ചാൽ ഇത് കേടുകൂടില്ല. പിന്നെ പോരാത്തതിന് നമുക്കിതിൽ ആ എരിവും പുളിയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് പുറത്ത് തന്നെ വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നില്ല. ഞാൻ എന്നിട്ട് ഇതാ ഫൈനലി നമ്മളൊരു ഫ്ലേവർ നീക്കാൻ നമുക്ക് അവിടെ ചെയ്യുന്നത് പോലെ തന്നെ, അവിടെ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുന്നത് പോലെ ഇവിടെ ഇത്തിരി നമുക്ക് നല്ലെണ്ണയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് അടുപ്പണച്ചേക്കാം. ഈ നല്ലെണ്ണ തൂക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒട്ടാതെ കിട്ടും. ചോറ് തമ്മിൽ ഇങ്ങനെ ഒട്ടാതെ നന്നായിട്ട് കിട്ടും. ഞാനിത് വാർക്കുന്ന ചോറാണ്. കുക്കറിൽ ഇവിടെ ഉള്ളവരൊക്കെ പറ്റിക്കാറാണ് ചെയ്യുന്നത്. എനിക്കതിനെ വറ്റിക്കുന്നത് ഇഷ്ടമല്ല. ചോറ് എപ്പോഴും ഇങ്ങനെ വാർത്ത് വയ്ക്കുന്നതാണ് ഇഷ്ടം. മുളക് മുത്തതിൻ്റെ മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെ സിമ്പിൾ റെസിപ്പീസും വെറൈറ്റി റൈസും കുറേ ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നോർമൽ മാത്രമല്ലാതെ കുറേ ഉണ്ടാക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.